ഇന്ന് നമ്മൾ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്ന് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ പദാർത്ഥങ്ങളെ ഇവിടെ മൂന്നായിട്ട് തരംതിരിച്ചതായിരിക്കും കാണാം. പദാർത്ഥങ്ങൾ അവ നിലനിൽക്കുന്ന അവസ്ഥയനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ. ചിത്രം കാണുന്നത് പോലെ ഖരത്തിൽ അതിലെ കണികകൾ എന്ന് പറയുന്നത് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ദ്രാവകത്തിൽ അവ കുറച്ച് വിട്ട്, വാതകത്തിൽ എന്നാൽ അതിലും കൂടുതൽ വിട്ട്, ദ്രാവകത്തിനേക്കാളും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന കണികകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത്തരത്തിൽ ഖരത്തിൽ അതിലെ കണികകൾ അല്ലെങ്കിൽ തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ആകർഷണം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് നമുക്ക് പറയാൻ പറ്റും. ദ്രാവകത്തിനോ നമ്മൾ ഏത് പാത്രത്തിൽ എടുക്കുന്നോ, ഏത് കണ്ടെയ്നർ എടുക്കുന്നോ അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചറേ നമുക്കതിന് പറയാൻ പറ്റുള്ളൂ. കാരണം അവർ തമ്മിലുള്ള അകലം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിലുള്ള ഒരു ഒഴുകാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ ദ്രാവകങ്ങൾക്കുണ്ട്. വാതകത്തിന് ആ ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും, അവ വേഗത്തിൽ ഡിഫ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അകലം എന്തുകൊണ്ടാണ്? അത് അവരുടെ അകലം, കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായതുകൊണ്ട്. അപ്പം എന്താണ് വാതകങ്ങൾ? നമുക്ക് വാതകങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാതകങ്ങൾ എന്ന് പറയുന്നത് ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേക തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. നമ്മൾ കണ്ടു. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അവർക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. കാരണം അവർ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. കണികകൾ വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഇങ്ങനെ ഒരു കൃത്യമായിട്ടല്ലാതെ ഒരു ചലിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ഇവർ തമ്മിൽ കൂട്ടിയിരിക്കുന്നു. ഇവർ തമ്മിൽ മാത്രമല്ല കൂട്ടിയിരിക്കുന്നത്, നമ്മൾ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തിയിലും ഇവർ തമ്മിൽ ചെന്നിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഭിത്തിയിൽ ഈ തന്മാത്രകൾ, വാതക തന്മാത്രകൾ ചെന്നിടിക്കുമ്പോൾ അവിടെ ഒരു മർദ്ദം അനുഭവപ്പെടും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് വാതകമർദ്ദം എന്ന് വിളിക്കുന്നത്. ഇപ്പം ഇതൊരു വീഡിയോ കാണിക്കുന്നതാണ്. കാരണം ഇതിലെ തന്മാത്രകൾ, നീല എന്ന് പറയുന്നത് അതിലെ തന്മാത്രകളാണ്, വാതകത്തിലെ തന്മാത്രകളാണ്. ആ തന്മാത്രകൾ പരസ്പരം കൂട്ടിയിരിക്കുന്നു. കൂടാതെ അവർ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തിയിലും ചെന്ന് കൂട്ടിയിടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് അനുഭവപ്പെടുന്നതാണ് വാതകമർദ്ദം എന്ന് പറയുന്നത്. ഒരു വാതകത്തിന് ഒരു വ്യാപ്തമുണ്ട്. നമുക്ക് വ്യാപ്തം എന്ന് പറയുന്നത് ഒരു വസ്തു അത് ഉൾക്കൊള്ളുന്ന സ്ഥലം അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ എടുക്കുന്ന സ്ഥലമായിരിക്കും നമുക്കതിന് വ്യാപ്തമായിട്ട് പറയാം. ഒരു ഖരത്തിന് കൃത്യമായിട്ടുള്ളൊരു വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ദ്രാവകത്തിന് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് വാതകത്തിനും. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. കാരണം വാതകം എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ട് ഉള്ള ഒരു സാധനമാണ്. കാരണം അവർക്കൊരു ഒരു ബൗണ്ടറി നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ ചെറുതെടുത്താൽ ആ ചെറിയ പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും, വലുതെടുത്താൽ അതിൻ്റെ വ്യാപ്തമായിരിക്കും ഉണ്ടാവുക. ഇനി വാതകത്തിന് മർദ്ദം, അതൊരു അടുത്ത പ്രോപ്പർട്ടിയാണ്. എന്തായിരിക്കും മർദ്ദം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ ചെന്നിടിക്കുന്നതിൻ്റെ ഫലമായിട്ടൊരു മർദ്ദം അനുഭവപ്പെടുന്നു. ഒരു യൂണിറ്റ് പരപ്പളവിൽ എത്ര നമുക്ക് ബലം അനുഭവപ്പെടുന്നുണ്ടോ അതാണ് നമ്മൾ വാതകത്തിൻ്റെ മർദ്ദമായിട്ട് പറയുന്നത്. വ്യാപ്തവും മർദ്ദവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിത്രമാണ് നമ്മൾ കാണിക്കുന്നത്. രണ്ടിലും, എ എന്ന് പറയുന്ന ചിത്രത്തിലും ബി എന്ന് പറയുന്ന ചിത്രത്തിലും വാതക തന്മാത്രകൾ തന്നെയാണല്ലോ, കൃത്യമായ എണ്ണത്തിലാണ് ഉണ്ടാകുന്നത്. എയുടെ വലിപ്പം വളരെ കൂടുതലാണ്, ബിയുടെ വലിപ്പം വളരെ കുറവാണ്. ഇങ്ങനെ രണ്ട് വലിപ്പമുള്ള രണ്ട് പാത്രം, അതിൽ അടങ്ങിയിരിക്കുന്നത് ഒരേ തന്മാത്രകളുടെ എണ്ണമാണ്, വാതക തന്മാത്രകളാണ് ഉള്ളത്. അങ്ങനെ വരുമ്പം വലിയ പാത്രത്തിൽ ഒരുപാട് സ്ഥലമുണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അങ്ങനെ കൂടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മർദ്ദം, കാരണം അവർ തമ്മിൽ ചെന്നിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ മർദ്ദം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ ബി എന്ന് പറയുന്ന ചിത്രത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചെറിയ പാത്രമാണ്, അവർ തമ്മിലുള്ള കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കൂട്ടിയിടിക്കുന്നതിനനുസരിച്ച് ആ ഒരു ബലം അനുഭവപ്പെടും. ആ ബലം കാരണം അതിൻ്റെ മർദ്ദം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും നമുക്ക് എങ്ങനെ പറയാം? വാതകത്തിൻ്റെ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറവായിരിക്കും. അതൊരു നിയമമായിട്ട് പ്രസ്താവിച്ചതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ വാതകത്തിൻ്റെ മർദ്ദം വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ വ്യാപ്തം വളരെ കുറവായിരിക്കും. നേരെ തിരിച്ചും, വ്യാപ്തം കൂടുതലാണെങ്കിൽ മർദ്ദം കുറവായിരിക്കും. മർദ്ദത്തിന് നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. വി എന്ന് പറയുന്നത് വ്യാപ്തമായിരിക്കും. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ബോയിൽ നിയമത്തിന് നമുക്ക്
അതിൻ്റെ മർദ്ദത്തിൻ്റെയും വ്യാപ്തത്തിൻ്റെയും ഗുണനഫലം എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയായിട്ട് കിട്ടും. അതാണ് പി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ എന്ന് നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ എഴുതുന്നത്. ഈ നിയമം പ്രസ്താവിക്കുന്നത് റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. നിയമത്തിൻ്റെ പേര് ബോയിൽ നിയമമാണ്. ഇത് നമുക്കതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു അക്വേറിയം അല്ലെങ്കിൽ ഒരു ജലാശയം, അതിൽ കുമിളകൾ പൊങ്ങുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത? കുമിളകളുടെ വലിപ്പം ഈ പറയുന്ന അക്വേറിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജലാശയത്തിൻ്റെയോ അടിയിലും മുകളിലും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. അടിയിൽ അതിൻ്റെ വലിപ്പം കൂടുതലാണോ, മുകളിൽ അതിൻ്റെ വലിപ്പം കൂടുതലാണോ, എന്തുകൊണ്ട് ഈ വലിപ്പ വ്യത്യാസത്തിന് കാരണം, ഇതുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ജലാശയത്തിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് അതിന് വളരെ മർദ്ദം കൂടുതലായിരിക്കും. കാരണം അത്രയും മുകളിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ മർദ്ദം അനുഭവപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ജലകുമിളകൾക്ക് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ അത് മുകളിലേക്ക് പോകുന്തോറും മർദ്ദം കുറയുന്നു. കാരണം ഈ പറയുന്ന ജലാശയത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കും. അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും മർദ്ദം കുറയുമ്പോൾ അതിൻ്റെ വ്യാപ്തം അഥവാ ഈ ജലകുമിളകളുടെ വലിപ്പം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഇത് ഈ ബോയിൽ നിയമത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ